ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ഞാനൊരു കണ്ടോ ഫുഡൊന്നും അല്ല കേട്ടോ, ഞാനൊരു വീഡിയോ പിടിക്കാൻ പോകണ ഈ ഫ്ലവർ കട്ടിങ്ങിന്റെ ഒരു വീഡിയോ. അപ്പൊ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഐറ്റംസ് ആവശ്യമുണ്ട്. ഒന്നാമത്തേത് ഗ്ലാസ്, പിന്നെ ഉള്ളത് പേപ്പർ, 2-3 പേപ്പർ, കളർ പേപ്പർ, അത് പിന്നെ ഒരു പ്ലേറ്റ്. ഈ പൂ ഞാൻ തന്നെ ഉണ്ടാക്കി കേട്ടോ. ആദ്യം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എൻ്റെ ഫ്രണ്ട് പഠിപ്പിച്ചതാ. പക്ഷെ നന്നായിട്ട് ഒട്ടിയിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് അവിടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ പശ അത്ര ക്വാളിറ്റിയുള്ള പശയല്ല ഗൈസ്. എടുത്തേക്കുന്ന പശ ഇത്. ഈ പശ കൊള്ളൂല കേട്ടോ. ഹെവി ഗം, നോട്ട് ദാറ്റ് മച്ച് ബെറ്റർ. കത്രിക. ഞാനിപ്പോൾ ഉള്ളത് അമ്മച്ചിയുടെ അംഗൻവാടിയിലാണ് ഗൈസ്. അമ്മയുടെ അംഗൻവാടിയിൽ അമ്മയ്ക്ക് അവധിയായിരുന്നു. അവധിക്കല്ല, അമ്മയ്ക്കല്ല, അംഗൻവാടിക്ക് അവധിയായിരുന്നു. അപ്പൊ പിള്ളേർ ഇരുത്തണ്ട, അമ്മ ഇരിക്കണം. അമ്മ ഭയങ്കര പണിയാണ്. അപ്പൊ അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കി അംഗൻവാടിയിൽ വെക്കാൻ. അടുത്ത ദിവസം പ്രവേശനോത്സവമാണ്. സോ ദാറ്റ്സ് വൈ ഐ ആം ഹിയർ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. അപ്പൊ ആദ്യം നമ്മള് ഇപ്പൊ ഒരു വൈറ്റ് കളറില്ലേ പ്ലേറ്റ്, ഇതിന് ചേരുന്ന ഒരു കളറ് ഓറഞ്ച് അല്ലേ. ഈ 3 കളറിൽ ബെറ്റർ ഓറഞ്ച്. നമുക്ക് ആദ്യം ബെറ്റർ ആയിട്ടുള്ള കളർ എടുക്കാം, ഓറഞ്ച് എടുക്കാം. അപ്പൊ ആദ്യം നമ്മളിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഇത് കറക്റ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നും ഇല്ല ആക്ച്വലി. ശരിയോ? ഇത് നമ്മൾ കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ കുറേ ഇട്ട് മടക്കുക. അങ്ങനെ മുടക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം കാണുന്നുണ്ട് ഗൈസ്. ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ പൂവിന് പല പല കളറായിട്ട് നോക്കാം. വൃത്തിയാടാവും. പേപ്പർ കുറവാണ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെയായിരുന്നു. പറ്റി നോക്കാം. ഇതല്ല ഗൈസ്, ഇത് തെറ്റാണ്. തെറ്റായ രീതിയിൽ നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. മാറിപ്പോയി. ഇങ്ങനെയല്ല വെട്ടേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? അങ്ങനെയല്ല വെട്ടേണ്ടത്. നമുക്ക് അടുത്ത പേപ്പർ എടുക്കാം. ഞാനത് തന്നെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് വെട്ടിയെടുത്തിട്ട്, പക്ഷെ അത് വെട്ടിക്കഴിഞ്ഞപ്പോ ബാലൻസ് ഇത്ര ഉള്ളൂ. ഇത് നമുക്ക് എന്തിനും യൂസ്ഫുൾ അല്ല. കുറച്ചുകൂടി മാനേജ് ചെയ്ത് വെട്ടേണ്ടതായിരുന്നു. അപ്പം നിങ്ങളിങ്ങനെ വെട്ടരുത്. യു അണ്ടർസ്റ്റാൻഡ്? അടുത്ത പേജ് ബാക്കി എടുത്തേക്കുന്ന പേപ്പർ എടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ഇതിനകത്തുനിന്ന് കുറേ വെട്ടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു വെട്ടിയെടുക്കാൻ പറ്റില്ല. നോക്കാം. ഇതൊക്കെ ഇത് ശരിയല്ല. ഇതൊന്നും എടുക്കണ്ട, നമുക്ക് വേറെ കളർ എടുക്കാം. നമ്മളെടുത്തത് പച്ച കളർ എടുക്കുകയാണ് ഗൈസ്. പച്ച. ഈ ഓറഞ്ച് ഈ പച്ചയും ഇങ്ങനെ ഒരു കോമ്പിനേഷനേ ഇല്ല. പറഞ്ഞിട്ട് കാര്യമില്ല. കാണില്ല ഇവിടെ. ഈ അമ്മച്ചി ഇമ്മ കളറൊന്നും ഇട്ടിരിക്കുന്നത്. ഇത് ഇത്രാത്തിലെടുത്ത ടീച്ചറാണ്. ടീച്ചറിന് പോവാണ്. ടീച്ചറിന് തരാൻ പേപ്പറില്ല. ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. ഇതിങ്ങനെ വെട്ടാ, ഇങ്ങനെ വെട്ടുക. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ റൗണ്ടിന്റെ വലിപ്പം ഏകദേശം കണ്ടോ? ഇത് ഇത്രയും വലിപ്പം വരില്ലേ? ഇത് വെച്ച് വെട്ടണ്ട. വെച്ചിട്ട് നമുക്ക് റിസ്ക്കാ. നമ്മൾ അത്ര വലിയ പണിയൊന്നും എടുക്കരുത്. നമ്മളിങ്ങനെ ഇതൊരു സ്ക്വയർ ഇട്ടെടുക്കുക. ഇത്രയില്ലേ? ഇതിന് 4 അറ്റം വെട്ടുക. സിമ്പിൾ. അപ്പോൾ അത് ഞാൻ വെട്ടി കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതിന് 4 അറ്റവും വെട്ടണം. റൗണ്ട് ആയിട്ട്. ഗുഡ് ഗൈസ്, ഞാൻ അങ്ങനെ വെട്ടിയിട്ട് ശരിയായില്ല. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഇത് തന്നെ വെച്ച് വെട്ടാം. അപ്പോൾ ഞാനത് വെട്ടുവാണ് കേട്ടോ. ഇത് കളയാം.
ആദ്യം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്താ കുറെ വെട്ടുക. ഇപ്പൊ നമ്മള് ഇതിങ്ങനെ രണ്ടായിട്ട് വെട്ടി. ഇതിനകത്ത് നമുക്കൊരു ഇതിന്നൊരു 3 റൗണ്ട് എടുക്കാൻ പറ്റും. ഇതിന്നൊരു 3 റൗണ്ട്, മൊത്തം ഒരു 6 റൗണ്ട് കിട്ടും. ഇനി ഓൾറെഡി നമ്മൾ 3 ആദ്യം കട്ട് ചെയ്തിട്ടില്ലേ? ഇപ്പൊ 9 റൗണ്ട് വെച്ച് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തതിന്റെ ക്ഷീണത്തിൽ ഇച്ചിരി ഫുഡ് കഴിക്കാൻ കഴിയും. ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാലൻസ് വീഡിയോ കാണാം. കഞ്ഞി ഒടിച്ചിട്ട് വന്നപ്പോഴേക്ക് കറണ്ട് പോയി ഗൈസ്. ബാക്കി നമുക്ക് കറണ്ട് വന്നിട്ട് ചെയ്യാം. ശരി, കറണ്ട് വന്നിട്ട് ഞാൻ കാണിക്കാം. അപ്പൊ ഞാനിത് വെട്ടി വയ്ക്കാം. കറണ്ട് വന്നിട്ട് കാണിക്കാം. ഹൈ, കറണ്ട് വന്നില്ല ഗൈസ്. കറണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നല്ല മഴയാണ്. അപ്പൊ നമുക്ക് ഇപ്പം ഞാൻ ഇതിനകത്ത് വേസ്റ്റ് ആക്കിയ കുറച്ചില്ലേ, അതിനകത്തുനിന്നും കുറച്ച് റൗണ്ട്സ് എടുത്തു. അപ്പം ഇതുണ്ടോ, കുറേ ഉണ്ട്, അത്രയും റൗണ്ട്സ് ഉണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കിതിങ്ങനെ വെക്കുക. ഇനിയാണ് നമുക്ക് നമ്മുടെ ഗ്ലാസിൻ്റെ ഉപയോഗം വരുന്നത്. ഗ്ലാസ് ഇങ്ങനെ വെക്കുക. ആദ്യം ഒരു ഓറഞ്ച് റൗണ്ട് ഇത് കണ്ടോ, ഇങ്ങനെ വെക്കുക. മനസ്സിലായോ? ഇത് ഗ്ലാസ് ഇങ്ങനെ വയ്ക്കുക. പശ എടുക്കുക. എന്നിട്ട് പേട്ട് പശ അതുകൊണ്ട് ശരിയാവുമെന്ന് അറിയില്ല. നല്ല പശ എടുത്ത് ചെയ്യണം കേട്ടോ ചെയ്യുമ്പോൾ. എന്നിട്ട് അതിൻ്റെ ഈ അറ്റത്തായിട്ട് പശ തേച്ച് കൊടുക്കണം. എന്നിട്ട് അടുത്തത് ആ പശ തേച്ചതിൻ്റെ മേളിൽ തുടങ്ങി അടുത്തത് വയ്ക്കണം. ഇത് ഏകദേശം ഒരേ വലിപ്പത്തിൽ വെക്കണം കേട്ടോ. ഞാൻ കണ്ട വലിപ്പത്തിലൊക്കെ വെക്കണം. ഇത് വെച്ച് ഇനി അടുത്തത് പിന്നെ ഇവിടെ ഇച്ചിരി പശ തേച്ച് കൊടുക്കുക. അടുത്തത് ഇച്ചിരി പശ തേച്ച് കൊടുക്കുക. അയ്യോ, ഓറഞ്ച് വെക്കാനല്ലായിരുന്നു ഉദ്ദേശിച്ചത്, പച്ച വെക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. മാറിപ്പോയി. നമുക്ക് ഓറഞ്ച് തന്നെ വെക്കാം. അടുത്തത് ഓറഞ്ച് വെച്ച് കൊടുത്തു. അങ്ങനെ മനസ്സിലായില്ലേ? അങ്ങനെ വെക്കുക. അതിന് മേളിൽ അറ്റത്ത് പശ വയ്ക്കുക. അതിന് മേളിൽ അടുത്ത പേപ്പർ വയ്ക്കുക. പിന്നെ അതിൻ്റെ അറ്റത്ത് ആകുമ്പോഴേക്കും പശ വയ്ക്കുക. അതിന് മേളിൽ അടുത്ത പേപ്പർ വയ്ക്കുക. അങ്ങനെ കുറേ പേപ്പർ വയ്ക്കുക. വെച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഓറഞ്ച് എല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞ് നമുക്ക് പച്ച വയ്ക്കാം. പച്ച കുറേ ഉണ്ട്. പച്ചയും വയ്ക്കാം. കഞ്ഞി പിടിച്ച് കഴിഞ്ഞാൽ പുറക്കം വരികയാണ് ഗൈസ്. തലയൊക്കെ എടുക്കുന്നുണ്ടോ? പച്ച അതുപോലെ തന്നെ വെച്ച് അതിന് മേളിൽ തന്നെ വെച്ച് അങ്ങനെ ഒട്ടിച്ചു വിട്ടാൽ മതി. ഇവിടെ പരിപാടിയൊന്നുമില്ല, ചുമ്മാ ഒട്ടിച്ചുവിടാ. നല്ല സുഖ പരിപാടിയാണ്. ഭയങ്കര ബഹളമാണ്. റോഡിന്റെ സൈഡിലായി അങ്കമായിട്ട്. അതുകൊണ്ട് വണ്ടി പോകുന്നതിന്റെ സൗണ്ടാണ് ഗൈസ്. ഇങ്ങനെ ഒട്ടിക്കുക. ഇനി പച്ച മൊത്തം ഒട്ടിച്ചിട്ട് ബാക്കി നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. ഇവിടെ ഇത് നമുക്ക് അല്ലാതെ കഴിക്കത്തില്ല. ഫുഡ് നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. പിള്ളേരില്ലല്ലോ. പിള്ളേരുണ്ടെങ്കിലും നമ്മൾ നമുക്കുള്ള വീട്ടിൽ കൊണ്ടുവരണം. ഇപ്പം അങ്ങനെയൊക്കെയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ അങ്കൻവാടി എന്തൊരു കഞ്ഞിയും പേരം കിട്ടിയിട്ടുണ്ടല്ലേ. ഇവിടെ അമ്മയ്ക്കുള്ള കഞ്ഞി കഞ്ഞിന്നായിട്ടുള്ളൂ, ചോറ് നമ്മുടെ ഹെൽപ്പർ ചേച്ചി കൊണ്ടുവന്നു. ഞങ്ങൾ ആ ചോറ് പോയിട്ട് കഴിച്ചു. ഞാനിതിപ്പോൾ കേക്ക് വരി കഴിച്ചിരിക്കും. എനിക്ക് ഉറക്കം വരിക. അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ മൊത്തം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ അത് ഫ്ലവർ ആവുന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. കുഴപ്പമില്ല കേട്ടോ. അതേ അത്ര ഒരു സെറ്റപ്പ് ഇല്ലല്ലേ. ഇങ്ങനെയല്ലേ ഞാൻ വീഡിയോ കണ്ടപ്പോൾ. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടാക്കിയതാ. ഇതെന്റെ ക്രിയേറ്റിവിറ്റി ഒന്നല്ല. പക്ഷെ ആ വീഡിയോയിൽ ഇത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. ചിലപ്പോൾ ഇത് ഒരു കളറ് മാത്രം ചെയ്യണമായിരുന്നായിരിക്കും.